LSS പരീക്ഷാ പരിശീലനത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് GK ആണ്. ഒന്നാമത്തെ ചോദ്യം, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മസ്ഥലം ഏത് സംസ്ഥാനത്താണ്? രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മസ്ഥലം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻസ്: എ ഗുജറാത്ത്, ബി ഒറീസ, സി മഹാരാഷ്ട്ര, ഡി പശ്ചിമ ബംഗാൾ. ഉത്തരം ഓപ്ഷൻ ഡി, പശ്ചിമ ബംഗാൾ. ഗർഭ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ്? ഗർഭ ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ്? ഓപ്ഷൻസ്: എ രാജസ്ഥാൻ, ബി ഹരിയാന, സി ഗുജറാത്ത്, ഡി സിക്കിം. ഉത്തരം ഓപ്ഷൻ സി, ഗുജറാത്ത്. മൂന്നാമത്തെ ചോദ്യം, ബിഹു ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയോത്സവമാണ്? ബിഹു ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയോത്സവമാണ്? ഓപ്ഷൻസ്: എ ആസാം, ബി രാജസ്ഥാൻ, സി കേരളം, ഡി മേഘാലയ. ഉത്തരം ഓപ്ഷൻ എ, ആസാം. നാലാമത്തെ ചോദ്യം, കഥകളിയിൽ രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷം. കഥകളിയിൽ രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷം. ഓപ്ഷൻസ്: എ പച്ച, ബി കത്തി, സി കരി, ഡി താടി. ഉത്തരം ഓപ്ഷൻ ബി, കത്തി. അഞ്ചാമത്തെ ചോദ്യം, മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം. ഓപ്ഷൻസ്: എ 2013, ബി 2012, സി 2011, ഡി 2006. ഉത്തരം ഓപ്ഷൻ എ, 2013. ആറാമത്തെ ചോദ്യം, മാമാങ്കം എത്ര ദിവസത്തെ ആഘോഷമായിരുന്നു? മാമാങ്കം എത്ര ദിവസത്തെ ആഘോഷമായിരുന്നു? ഓപ്ഷൻസ്: എ 15 ദിവസം, ബി 20 ദിവസം, സി 28 ദിവസം, ഡി 7 ദിവസം. ഉത്തരം ഓപ്ഷൻ സി, 28 ദിവസം. ഏഴാമത്തെ ചോദ്യം, തോൽപ്പാവക്കൂത്ത് പ്രചാരത്തിലുള്ള ജില്ല. തോൽപ്പാവക്കൂത്ത് പ്രചാരത്തിലുള്ള ജില്ല. ഓപ്ഷൻസ്: എ കോഴിക്കോട്, ബി ഇടുക്കി, സി തൃശ്ശൂർ, ഡി പാലക്കാട്. ഉത്തരം ഓപ്ഷൻ ഡി, പാലക്കാട്. എട്ടാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻസ്: എ പാലക്കാട്, ബി തിരുവനന്തപുരം, സി തൃശ്ശൂർ, ഡി മലപ്പുറം. ഉത്തരം ഓപ്ഷൻ സി, തൃശ്ശൂർ. ഒൻപതാമത്തെ ചോദ്യം, കേരള സർക്കാർ ഓണത്തെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത് ഏതു വർഷം? കേരള സർക്കാർ ഓണത്തെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത് ഏത് വർഷം? ഓപ്ഷൻസ്: എ 1961, ബി 1962, സി 1963, ഡി 1990. ഉത്തരം ഓപ്ഷൻ എ, 1961. പത്താമത്തെ ചോദ്യം, സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏത്? സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏത്? ഓപ്ഷൻസ്: എ ആര്യസമാജം, ബി ബ്രഹ്മസമാജം, സി രാമകൃഷ്ണ മിഷൻ, ഡി പ്രാർത്ഥനാ സമാജം. ഉത്തരം ഓപ്ഷൻ സി, രാമകൃഷ്ണ മിഷൻ.